ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. കൊല്ലപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ രാജീവന്റെ വീട്ടിൽ അഡ്വക്കേറ്റ് CP ഉദയഭാനു എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് തിങ്കളാഴ്ച. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുചേർന്ന് ജനങ്ങളെ പോക്കറ്റടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനായി മാറിയെന്നും ചെന്നിത്തല. BJPയുടേത് ജനരക്ഷായാത്രയല്ലെന്നും RSS രക്ഷായാത്രയാണെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ അവസ്ഥയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നതെന്നും കാരാട്ട്. പ്രേക്ഷകരിൽ നിന്ന് കൊള്ളലാഭം ഈടാക്കാനുള്ള ശ്രമം നടത്തുന്ന സ്റ്റാർ ഗ്രൂപ്പ് ചാനലിനെതിരെ പ്രതിഷേധം ശക്തം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്റ്റാർ ഗ്രൂപ്പിനെതിരെ നിസ്സഹകരണ സമരം നടത്തും. വിദ്യാർത്ഥിനികളെ ബസ്സിൽ കയറ്റുന്നത് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കുന്നംകുളത്ത് സ്വകാര്യ ബസ് ജീവനക്കാരും മുനിസിപ്പൽ കൗൺസിലർമാരും ഏറ്റുമുട്ടി. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. മാള കൊമ്പത്തുകടവിൽ ചെമ്മീൻകെട്ടിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കൊമ്പത്തുകടവ് സ്വദേശി രാജിയാണ് മരിച്ചത്. കാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ശ്രീനാരായണപുരത്ത് യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 9 പേർ കസ്റ്റഡിയിൽ. 6 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചാലക്കുടി പരിയാരത്ത് കൊല്ലപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ രാജീവന്റെ വീട്ടിൽ അഡ്വക്കേറ്റ് CP ഉദയഭാനു എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ആരോപണ വിധേയനായ പ്രമുഖ അഭിഭാഷകൻ CP ഉദയഭാനു രാജീവന്റെ വീട്ടിൽ എത്തിയതിന്റെ തെളിവാണ് CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തായിരിക്കുന്നത്. രാജീവന്റെ വീട്ടിലെത്തിയ അഭിഭാഷകൻ കുറെ നേരം ഇരുന്ന് വിവിധ രേഖകൾ പരിശോധിക്കുന്നതും സംസാരിക്കുന്നതുമായ ദൃശ്യമാണ് പുറത്തുവന്നത്. കൊല്ലപ്പെട്ട രാജീവുമായി തനിക്ക് അടുത്ത ബന്ധമില്ലെന്നും തന്റെ കക്ഷി മാത്രമായിരുന്നുവെന്നും അഭിഭാഷകൻ വ്യക്തമാക്കിയതിന്റെ പിന്നാലെയാണ് CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. രാജീവന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. രാജീവ് വധക്കേസിൽ ആരോപണ വിധേയനായ അഡ്വക്കേറ്റ് CP ഉദയഭാനുവിനെ ഈ മാസം 16 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനു പുറമെ അഭിഭാഷകനെതിരെ നടപടിക്ക് മുതിരും മുൻപ് കേസുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ പോലീസ് മുദ്രവെച്ച കവറിൽ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം അഭിഭാഷകന്റെ പങ്കിനെക്കുറിച്ച് പ്രത്യേക സംഘം അന്വേഷിച്ചു വരികയാണ്. വ്യക്തമായ തെളിവുകൾ തേടിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അഭിഭാഷകന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം 16 പരിഗണിക്കും. പരിയാരത്ത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ രാജീവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് തിങ്കളാഴ്ച നടക്കും. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി ജോണി ഉൾപ്പെടെ ഉള്ളവരെയാണ് തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കുക. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് തിരിച്ചറിയൽ പരേഡ്. ഇതേസമയം കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത അങ്കമാലി സ്വദേശി സന്തോഷിനെ വിട്ടയച്ചു. കൊല്ലപ്പെട്ട രാജീവുമായി ഏതാനും നാൾ മുൻപുണ്ടായ തർക്കത്തെക്കുറിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് സന്തോഷിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇതിനു പുറമെ കൊല്ലപ്പെട്ട രാജീവുമായും അറസ്റ്റിലായ പ്രതികളുമായും നേരത്തെ ബന്ധമുണ്ടായിരുന്നവരുടെ മൊഴിയും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP S ഷംസുദ്ദീന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുചേർന്ന് ജനങ്ങളുടെ പോക്കറ്റടിക്കുകയാണെന്നും പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതിൽ നരേന്ദ്രമോദിയും പിണറായിയും ഒരുപോലെ ഉത്തരവാദികളാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി UDF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനായി മാറി. ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് GST മാറിക്കഴിഞ്ഞു. കേരളത്തിൽ GSTയുടെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൽ ധനകാര്യമന്ത്രി തോമസ് ഐസക് മറുപടി പറയണമെന്നും ധനകാര്യമന്ത്രി അമ്പേ പരാജയമാണെന്നും ചെന്നിത്തല പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ കുതിച്ചു കയറുന്നു. കേരളത്തിലും ഇന്ത്യയിലും GST വന്നതോടുകൂടി പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിന് നരേന്ദ്രമോദിയും പിണറായി വിജയനും രണ്ടുപേരും ഉത്തരവാദികളാണ്. മുഖ്യമന്ത്രിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ജനങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1 രൂപയുടെ വികസനം പോലും കേരളത്തിൽ നടക്കുന്നില്ല. UDF ആരംഭിച്ച ഉദ്ഘാടനങ്ങളുടെ തുടർച്ചയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. കേരളത്തിൽ വികസനത്തിന് ഹോളിഡേ പ്രഖ്യാപിച്ച സർക്കാരാണ്
പിണറായിയുടേത്. മദ്യം കേരളത്തിൽ വ്യാപകമാക്കിയതല്ലാതെ വേറൊന്നും ഈ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്ന് ചെന്നിത്തല ആരോപിച്ചു. അമിത്ഷായുടെ വരവിന് റോഡ് മുഴുവൻ ടാർ ചെയ്തു കൊടുത്തതും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന് സ്വീകരണം നൽകിയതും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടിന് തെളിവാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും കേരളത്തെ വർഗീയവൽക്കരിക്കാൻ നോക്കേണ്ടെന്നും ഗുജറാത്ത് പോലെ കേരളത്തിൽ കലാപമുണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് TN പ്രതാപൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ പത്മജ വേണുഗോപാൽ, TU രാധാകൃഷ്ണൻ, മുൻ മന്ത്രിമാരായ KP വിശ്വനാഥൻ, CN ബാലകൃഷ്ണൻ, മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ, ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി G ദേവരാജൻ, മുൻ MLA MP വിൻസൻ, UDF നേതാക്കളായ CH റഷീദ്, യൂജിൻ മൊറേലി തുടങ്ങി DCC ഭാരവാഹികളും മറ്റ് ഘടകകക്ഷി നേതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 10 വരെയാണ് നടുവിലാൽ ജംഗ്ഷനിൽ രാപ്പകൽ സമരം നടക്കുക. TCV ന്യൂസ്, തൃശൂർ. അമിത് ഷായുടെ കേരള സന്ദർശനത്തിന്റെ ഫ്യൂസ് പോയെന്നും കുമ്മനത്തിന്റെ യാത്ര വിലാപയാത്രയായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. അമിത് ഷായുടെ പിത്തലാട്ടം കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ വർഗീയ കലാപമുണ്ടാക്കാമെന്ന പരിപ്പ് വേവില്ലെന്ന് അമിത് ഷായ്ക്ക് മനസ്സിലായതായും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. അമിത് ഷായുടെ സന്ദർശനത്തിന്റെ ഫ്യൂസ് പോയി എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് സന്ദർശനം മാറ്റിവെച്ചത്. കേരളത്തിൽ അമിത് ഷായുടെ പിത്തലാട്ടം നടക്കില്ല. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്, ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം കേരള സന്ദർശനം മാറ്റിവെച്ചത്. ഇതോടുകൂടി കുമ്മനത്തിൻ്റെ യാത്ര വിലാപയാത്രയായി മാറി എന്നുള്ളതാണ് സത്യം. ഇന്ധന നികുതി കുറയ്ക്കില്ലെന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. UDF ഹർത്താൽ നടത്തുന്നതിനെയും ഹർത്താൽ മാറ്റിയതിനെയും ചിലർ വിമർശിക്കുന്നു. CPM-ഉം BJP-യും ഹർത്താൽ നടത്തിയാൽ ഇക്കൂട്ടർ വിമർശിക്കില്ല. അവർ എല്ലാ കാലത്തും UDF-നെ വിമർശിക്കുന്നവരാണ്. ഫുട്ബോൾ അറിയാതെയാണ് തങ്ങൾ ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നും ഫുട്ബോൾ പ്രേമികളുടെ അഭ്യർത്ഥന മാനിച്ച് ഹർത്താൽ മാറ്റിവെച്ചത് ഞങ്ങൾക്ക് ദുരഭിമാനം ഇല്ലാത്തതിനാലാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് TCV. BJP-യുടേത് ജനരക്ഷാ യാത്രയല്ലെന്നും RSS രക്ഷായാത്രയാണെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. SFI പ്രചാരണ ജാഥകളുടെ സമാപനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രകാശ് കാരാട്ട്. കേരളത്തിൽ ആക്രമണങ്ങളുണ്ടാക്കി സാഹചര്യം മുതലെടുക്കാനാണ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് അമിത് ഷായുടെ ശ്രമം. കേരളത്തെ കൊലപാതക സംസ്ഥാനമായി ചിത്രീകരിക്കുന്നത് ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും കാരാട്ട് പറഞ്ഞു. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ അവസ്ഥയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കാരാട്ട് പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ PK ഷാജൻ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ, ജാഥ ക്യാപ്റ്റന്മാരായ MV വിജിൻ, JC തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരോധനങ്ങളുടെ കാലത്ത് നിശബ്ദമാകാത്ത ക്യാമ്പസ് എന്ന മുദ്രാവാക്യം ഉയർത്തി തൃശൂരിൽ സമാപിച്ച ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. ഡൽഹിയിലെ AKG ഭവന്റെ പ്രവർത്തനം തുടർച്ചയായി 14 ദിവസം തടസ്സപ്പെടുത്തിക്കൊണ്ട് BJP നടത്തുന്ന ഉപരോധ സമരത്തിനെതിരെ ഈ മാസം 9-ന് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. വടക്കേ ഇന്ത്യയിലേതുപോലെ കേരളത്തിലും സാമുദായിക വിദ്വേഷം സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. BJP-യുടെ ജനരക്ഷാ യാത്രയുടെ 3-ാം നാൾ അമിത് ഷാ യാത്ര ഉപേക്ഷിച്ച് പോയതിനെയും അദ്ദേഹം പരിഹസിച്ചു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില മോദി സർക്കാർ ഇതുവരെ 11 പ്രാവശ്യം വർദ്ധിപ്പിച്ചു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടും ഇവിടെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി കുറച്ചിട്ട് വേണം സംസ്ഥാനങ്ങളോട് നികുതി കുറയ്ക്കാൻ പറയേണ്ടത്. ദേശീയ തലത്തിൽ BJP മുഖ്യ ശത്രുവെന്ന് പറഞ്ഞ കാരാട്ട് കേരളത്തിൽ BJP-യും കോൺഗ്രസും ശത്രുക്കളാണെന്നും വ്യക്തമാക്കി. AK Gopalan Bhavan in Delhi for 14 continuous days, that is from the 3rd to the 16th of October. Now this is unheard of in Indian politics, that the ruling party of the country tries to disrupt the functioning of an opposition party, which is national political party, which is an opposition party. So this is being done deliberately to make the CPIM the target of a malicious campaign
that it is promoting violence and terror in Kerala and trying to utilize this for the BJP's narrow political. തോമസ് ചാണ്ടിയുടെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വന്നാൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും കാരാട്ട് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. പ്രേക്ഷകരിൽ നിന്ന് കൊള്ളലാഭം ഈടാക്കാനുള്ള ശ്രമം നടത്തുന്ന സ്റ്റാർ ഗ്രൂപ്പ് ചാനലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്റ്റാർ ഗ്രൂപ്പിനോട് നിസ്സഹകരണ സമരം നടത്താൻ തീരുമാനിച്ചു. ഉള്ളടക്കത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ വർഷാവർഷം വൻ നിരക്ക് വർധന വരുത്തി മലയാളികളുടെ ആസ്വാദന താൽപര്യത്തെ ചൂഷണം ചെയ്യാനുള്ള സ്റ്റാർ ഗ്രൂപ്പിന്റെ ശ്രമങ്ങൾക്കെതിരായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ജനങ്ങളെ അണിനിരത്തി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിസ്സഹകരണ സമരവുമായി രംഗത്ത് വന്നത്. COAയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രകടനങ്ങളും പ്രതിഷേധ സദസ്സുകളും നടന്നുവരികയാണ്. തൃശൂർ ജില്ലയിലെ പ്രതിഷേധ പരിപാടികൾ വെള്ളിയാഴ്ച നടക്കും. 200% നിരക്ക് ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച സ്റ്റാർ ഗ്രൂപ്പ് നടപടിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഏഷ്യനെറ്റ് പ്ലസ്, ഏഷ്യനെറ്റ് മൂവീസ്, സ്റ്റാർ സ്പോർട്സ് അടക്കമുള്ള ചാനലുകൾ അലാകാർട്ട അഥവാ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന രീതിയിലേക്ക് കേരള വിഷൻ മാറുന്നത്. സ്വകാര്യ മാധ്യമ ഗ്രൂപ്പിന്റെ പണക്കൊതിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കുകയാണ്. മാധ്യമ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിന്റെ ദുരന്തഫലമാണ് നാം അനുഭവിക്കുന്നതെന്ന് ചാവക്കാട് നഗരസഭാധ്യക്ഷൻ NK അക്ബർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ചാനൽ നിരക്ക് അടിക്കടി വർദ്ധിക്കുന്നു എന്നുള്ളത് ഈ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ദുരന്തം. മാധ്യമ മേഖല വിദേശ ശക്തികൾക്ക് തുറന്നു കൊടുത്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത്. പിന്നീട് അത് മാധ്യമ ഭീകരന്മാർ സ്വന്തമാക്കുകയും അവർ കച്ചവടവൽക്കരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടിക്കടിയുള്ള വർധനവ്. അടിക്കടി വർധനവിൻ്റെ ഭാഗം ഉണ്ടാകുന്നത് ഒരു ഭാഗത്ത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇനി നമ്മുടെ അഭിരുചികളും നമ്മുടെ സങ്കല്പങ്ങളുമെല്ലാം വിദേശ ശക്തികൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് പോകും. ആത്യന്തികമായി നമ്മളെ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് മാധ്യമ അടിമകളാക്കുന്ന രീതിയിലേക്ക് മാറും. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ സമ്മർദ്ദത്തിലാക്കി മലയാളി പ്രേക്ഷകരിൽ നിന്ന് അമിതമായ പേ ചാനൽ നിരക്ക് ഈടാക്കി വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോകാനുള്ള റൂപ്പർട്ട് മർഡോക്കിന്റെ ഗൂഢതന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് COA നേതൃത്വം വ്യക്തമാക്കി. മാധ്യമരംഗത്തെ അധിനിവേശത്തിനെതിരെ ഏഷ്യനെറ്റ് ചാനലുകളും സ്പോർട്സ് ചാനലുകൾ ഉൾപ്പെടെയുള്ള സ്റ്റാറിന്റെ പ്രധാന ചാനലുകളും ബഹിഷ്കരിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരത്തിന് ഏവരും പിന്തുണ നൽകണമെന്ന് ജനറൽ സെക്രട്ടറി KV രാജൻ അഭ്യർത്ഥിച്ചു. ചാനൽ കാണണമെന്നാഗ്രഹമുണ്ടെങ്കിലും അത് മറയാക്കി കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിൽ നിരക്ക് വർധനയെങ്കിൽ തങ്ങൾക്ക് ആ ചാനലുകൾ വേണ്ട എന്നാണ് വരിക്കാരുടെ പക്ഷം. മലയാളികളുടെ ആസ്വാദന താൽപര്യത്തെ ചൂഷണം ചെയ്യാനുള്ള സ്റ്റാർ ഗ്രൂപ്പിന്റെ ശ്രമങ്ങൾക്കെതിരായുള്ള പ്രതിഷേധം ജനങ്ങളെ അണിനിരത്തി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ശക്തമാക്കിയിട്ടുണ്ട്. ഇത് വ്യക്തമാക്കി പ്രമുഖ മാധ്യമങ്ങളിൽ COA പരസ്യപ്രചാരണത്തിനും തുടക്കമിട്ടിട്ടുണ്ട്. നേരത്തെ സ്റ്റാർ ഗ്രൂപ്പ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നൽകിയ പരസ്യം ജനം തള്ളിക്കളഞ്ഞിരുന്നു. മാധ്യമരംഗത്തെ അധിനിവേശം നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലെന്നും ഇതിനെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്നും KV അബ്ദുൽ ഖാദർ MLA പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ വികസനത്തിൽ താല്പര്യമുള്ള, സാമൂഹ്യ മുന്നേറ്റത്തിൽ താല്പര്യമുള്ള എല്ലാവരും പ്രാദേശിക ചാനലുകൾക്കൊപ്പം അണിനിരക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ചാനലുകളെ ഇല്ലാതാക്കി അതിനെ വിഴുങ്ങി തങ്ങളുടെ ആധിപത്യം ഇന്ത്യൻ മാധ്യമ മേഖലയിൽ ഉണ്ടാക്കാനുള്ള ഈ നിഗൂഢമായ പരിശ്രമത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന എല്ലാവരും എതിർക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രാദേശിക കേബിൾ TV മേഖലയെ തകർക്കാനുള്ള ഏത് ശ്രമവും എതിർക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ സമൂഹത്തിൽ നാനാ തുറകളിലുള്ളവരുടെ പിന്തുണ കേരള വിഷനും COAയ്ക്കും കരുത്തേകുകയാണ്. മുൻ വർഷത്തേക്കാൾ 200%-ലധികം വർധനവ് നൽകി ഇത്തരം ചാനലുകൾ കാണേണ്ടതില്ലെന്ന തിരിച്ചറിവിൽ തന്നെയാണ് മലയാളി സമൂഹം. TCV ചാവക്കാട്. വിദ്യാർത്ഥിനികളെ ബസ്സിൽ കയറ്റുന്നത് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കുന്നംകുളത്ത് സ്വകാര്യ ബസ് ജീവനക്കാരും കൗൺസിലർമാരും ഏറ്റുമുട്ടി. സംഘർഷത്തിൽ തലയ്ക്ക് പരിക്കേറ്റ തിരുത്തിക്കാട് വടാശ്ശേരി വീട്ടിൽ ഷാജിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ജീവനക്കാരനായ കരിക്കാട് സ്വദേശി സന്ദീപ്, ചാഴൂർ ഷെറിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച വൈകിട്ട് 4:00 പട്ടാമ്പി റോഡിലായിരുന്നു സംഘർഷം. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ഹാപ്പി ഡേ എന്ന സ്വകാര്യ ബസ്സിൽ വിദ്യാർത്ഥിനികളെ കയറ്റാൻ വിസമ്മതിച്ചു. ഈ സമയം അവിടെ ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ദീപശിഖ കാത്തു നിൽക്കുകയായിരുന്നു ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും വൈസ് ചെയർമാൻ PM സുരേഷും മറ്റു സ്ഥിരം സമിതി അംഗങ്ങളും. വിദ്യാർത്ഥികളെ മാറ്റി നിർത്തിയത് കണ്ട് ചെയർപേഴ്സൺ അടുത്തെത്തി വാതിൽക്കൽ നിൽക്കുകയായിരുന്ന കണ്ടക്ടറോട് ഇക്കാര്യം അന്വേഷിച്ചു. ചെയർപേഴ്സണാണെന്ന് പറഞ്ഞിട്ടുകൂടി തന്നെ അസഭ്യ ഭാഷയിൽ പരിഹസിക്കുകയായിരുന്നുവെന്ന് സീതാ രവീന്ദ്രൻ പറഞ്ഞു.
ഇത് കേട്ട് പരിസരത്തുണ്ടായിരുന്നവർ കണ്ടക്ടറുമായി വാക്കേറ്റമുണ്ടായി. ഈ സമയം ബസ്സിൽ നിന്ന് ഡ്രൈവർ കൂടി ഇറങ്ങി വന്നു. ഇരുവരും ചേർന്ന് ചുറ്റുമുണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു. ഇരുവിഭാഗവും തമ്മിൽ അടി മൂർച്ഛിച്ചതോടെയാണ് പോലീസ് എത്തിയത്. പോലീസ് ആദ്യം കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പോലീസ് മാറിയതോടെ ഡ്രൈവർ വീണ്ടും കൗൺസിലർമാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ആക്രമണം സംബന്ധിച്ച് ചെയർപേഴ്സൺ പോലീസിന് പരാതി നൽകി. TCV ന്യൂസ്, കുന്നംകുളം. മാള കൊമ്പത്തുകടവിൽ ചെമ്മീൻകെട്ടിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കൊമ്പത്തുകടവ് ചെട്ടിക്കുന്ന് ആലങ്കപ്പറമ്പിൽ സതീഷിന്റെ ഭാര്യ 37 വയസ്സുള്ള രാജിയാണ് മരിച്ചത്. കാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാജിയുടെ ചെരുപ്പും ബാഗും ചെമ്മീൻകെട്ടിന് സമീപത്തെ ഷെഡിൽ നിന്ന് കണ്ടെത്തി. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. മാള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ശ്രീനാരായണപുരം അഞ്ചാമ്പരത്തി 25-ാം കല്ലിന് പടിഞ്ഞാറ് യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 9 പേർ കസ്റ്റഡിയിൽ. ശൃംഖപുരം കിഴക്ക് ഭാഗത്ത് ആളംപറമ്പിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് സിയാദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് 9 പേർ പോലീസ് കസ്റ്റഡിയിലായത്. ബാക്കിയുള്ളവർക്കായി കൊടുങ്ങല്ലൂർ CI PC ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഊർജിതമാക്കി. കേസുമായി ബന്ധപ്പെട്ട മൊഴിയുടെ അടിസ്ഥാനത്തിൽ 15ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് കൊലപാതകം നടന്നത്. AKG നഗറിൽ നടന്ന ഓണക്കളിക്കിടെ സിയാദും പ്രദേശത്തെ ഏതാനും യുവാക്കളും തമ്മിൽ തർക്കവും ഉന്തും തള്ളും നടന്നിരുന്നു. തുടർന്ന് ഇരുകൂട്ടരും പരസ്പരം വെല്ലുവിളികളും നടത്തിയിരുന്നതായി പോലീസ് പറയുന്നു. ബുധനാഴ്ച പ്രദേശത്തെത്തിയ സിയാദും കൂട്ടുകാരുമായി മേഖലയിലെ യുവാക്കൾ തമ്മിൽ വാക്കുതർക്കവും സംഘട്ടനവും ഉണ്ടായി. സംഘട്ടനത്തിനിടെ സിയാദിന് കുത്തേൽക്കുകയായിരുന്നു. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു. സിയാദ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കാറിലുണ്ടായിരുന്ന സിയാദിന്റെ സുഹൃത്തുക്കളായ സ്മിജേഷ്, സഞ്ജയൻ എന്നിവർക്കും മർദ്ദനമേറ്റിരുന്നു. ഇവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തനിക്ക് ജാമ്യം വേണ്ടെന്ന് പൾസർ സുനി. നടിയെ ആക്രമിച്ച കേസിൽ വിയ്യൂർ ജയിലിലുള്ള പൾസർ സുനി തന്റെ അഭിഭാഷകരോടാണ് ജാമ്യത്തിന് ശ്രമിക്കരുതെന്ന് അഭ്യർത്ഥിച്ചത്. ദിലീപിന് ജാമ്യം ലഭിച്ചതിനാൽ സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കാമെന്ന നിർദ്ദേശത്തെ സുനി എതിർത്തതായി സുനിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞു. ദിലീപ് പുറത്തിറങ്ങിയാൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അതിനാൽ ജാമ്യം വേണ്ടെന്നുമായിരുന്നു സുനിയുടെ പ്രതികരണമെന്ന് അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞു. കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിൽ നിന്ന് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ശ്രീ ചിത്രയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന 2 മാസം പ്രായമുള്ള കുഞ്ഞ് വഴിമധ്യേ മരിച്ചു. കണ്ണൂർ അരിമ്പ്ര സ്വദേശി ഷൗക്കത്ത് അലിയുടെ മകൻ മുഹമ്മദ് ഹനയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7ഓടെയാണ് വലിയ സുരക്ഷയൊരുക്കി കുട്ടിയുമായി തിരുവനന്തപുരത്തേക്ക് യാത്ര തുടങ്ങിയത്. വഴി നീളെ പോലീസ് അകമ്പടിയും വഴിയറിയിക്കാൻ ഓരോ മേഖലയിൽ നിന്നുള്ള ആംബുലൻസുകളും ഉൾപ്പെടെ വലിയ സന്നാഹത്തോടെയായിരുന്നു യാത്ര. യാത്ര തുടങ്ങി 3 മണിക്കൂറെടുത്ത് രാവിലെ 10ഓടെ കുന്നംകുളം നഗരം പിന്നിട്ടു. ആംബുലൻസിൽ ഡോക്ടർമാരുമുണ്ടായിരുന്നു. കേച്ചേരി എത്തിയതോടെ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി. ഉടനെ മഴുവഞ്ചേരിയിൽ ആശുപത്രിയിൽ എത്തിച്ചു. 11 മണിയോടെ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. വാൽപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. നിരവധി വീടുകൾക്കും കടകൾക്കും നാശനഷ്ടം. 20ഓളം ആനകൾ കൂട്ടമായി എത്തിയാണ് ആക്രമണം നടത്തിയത്. നല്ലമുടിയിൽ റേഷൻ കടയും തായ്മുടിയിൽ രാസവള വിൽപ്പനശാലയും തകർത്തു. ചിന്നത്തറയിൽ വീടിന്റെ ചുമരും പൊളിച്ചു. അപ്പർ ഷോളയാറിലെ കല്യാണപ്പന്തൽ എസ്റ്റേറ്റിൽ 3 വീടുകൾക്ക് നേരെ ആക്രമണം നടത്തി. രാജൻ, ഗണേശൻ, ധർമ്മലിംഗം എന്നിവരുടെ വീടുകളാണ് തകർന്നത്. സമീപത്തെ പലചരക്ക് കടയും തകർത്തു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. ബുധനാഴ്ചയും ആക്രമണം നടന്നിരുന്നു. ജനങ്ങൾ സംഘടിച്ചാണ് പിന്നീട് ആനകളെ വിരട്ടിയോടിച്ചത്. വനപാലകർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കാൽപന്തിനൊപ്പം ലോകം. കൗമാരക്കാരുടെ ലോകകപ്പിന് ഇന്ത്യയിൽ അരങ്ങൊരുങ്ങി. രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ വലിയ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. ആ നീലപ്പടയിൽ തൃശൂരിന്റെ KP രാഹുലും ഇടം പിടിച്ചത് നമുക്കാവേശം പകരുന്നു. കൊച്ചിയടക്കം ഇന്ത്യയിലെ 6 വേദികളിലാണ് കൗമാര പോരാട്ടം പൂത്തുലയുക. വെള്ളിയാഴ്ച വൈകക്കപ്പിനൊരുങ്ങുന്ന ഇന്ത്യൻ ടീമിന്റെ ശക്തി കരുത്തുറ്റ മധ്യനിരയാണെന്ന് പോർച്ചുഗീസുകാരനായ പരിശീലകൻ ലൂയി നോർട്ടൻ മാറ്റൂസ് വിശ്വസിക്കുന്നു. ആ മധ്യനിരയിൽ തന്നെയാണ് തൃശൂരിന്റെ ചുണക്കുട്ടി KP രാഹുലിന്റെ സ്ഥാനം. സിക്കിംകാരനായ കോമൽ തട്ടാൽ എന്ന സൂപ്പർ ബോയിയും ഗോൾവലക്കാക്കാൻ മണിപ്പൂരുകാരൻ ധീരജ് സിംഗും
അനികേത് ജാദവ്, റഹീം അലി എന്നിവരടങ്ങിയ മുന്നേറ്റ നിരയും ആവേശം പകരുന്ന പോരാട്ടങ്ങൾ കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അവസാന നിമിഷം വരെ ഒറ്റക്കെട്ടായി പോരാടുമെന്ന കോമൽ തട്ടാലിന്റെ വാക്കുകൾ ഓരോ ഇന്ത്യൻ ആരാധകരെയും ആവേശത്തിലാക്കുന്നു. അണ്ടർ-17 ലോകകപ്പിന് ആശംസകളുമായി യുവ കൂട്ടായ്മയുടെ സംഗീത ആൽബം ഗോളടിക്കൂ ഇന്ത്യ തരംഗമാകുന്നു. ഫുട്ബോളിനെ ജീവശ്വാസം പോലെ കാണുന്ന ഒരു കലാകൂട്ടായ്മയാണ് ഈ അടിപൊളി ഗാനാവിഷ്കാരം അണിയിച്ചൊരുക്കിയത്. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത കുതിര തൃശൂരിന്റെ സ്വന്തം IM വിജയനും നാട്ടിൻപുറത്തെ കുട്ടിക്കൂട്ടങ്ങളും പന്തുരുട്ടിയെത്തുന്ന 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ദൃശ്യാവിഷ്കാരത്തിൽ ലോകകപ്പിന്റെ ആവേശം മുഴുവൻ കാണാൻ കഴിയും. TR ജിബിൻ രചന നിർവഹിച്ച് അശ്വിൻ ആലപിച്ച ഗോളടിക്കൂ ഇന്ത്യ സംവിധാനം ചെയ്തത് വഡൂക്കര സ്വദേശിയായ പ്രവീൺ നാരായണനാണ്. വിനീത് കുമാർ TCR ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചു. വിജയേട്ടൻ ഫസ്റ്റ് വന്നിട്ട് ഞങ്ങൾ ഈ പാട്ട് ചെയ്യണ സമയത്ത് അതെന്താവും ഞങ്ങൾ കുറച്ച് ചെറിയ പിള്ളേരും അതൊക്കെ ചെയ്യുമ്പോൾ അത്രയായിട്ടൊരു ഇതായി കണ്ടില്ല. പക്ഷേ ആൾ പാട്ട് കേട്ടോടുകൂടി ആൾ ഭയങ്കര ആവേശമായി. പിന്നെ ഞങ്ങളുടെ ഒപ്പം ചേർന്ന് ഭയങ്കര രസമായിട്ട് ചെയ്തു. അത് ഭയങ്കര രസമായിരുന്നു. വിജയേട്ടൻ നന്നായിട്ട് ചെയ്തതിന് വിജയേട്ടൻ നമ്മളോട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. പിന്നെ ലയണൽ തോമസ്, അവരെല്ലാവരും, കുട്ടികൾ എല്ലാവരും നന്നായി സഹകരിച്ചു. ലോകകപ്പ് എന്ന അസുലഭാവസരം ഇന്ത്യയിൽ വിരുന്നെത്തുമ്പോൾ തൃശൂരിന്റെ ഫുട്ബോൾ പാരമ്പര്യത്തെ കൂടി അടയാളപ്പെടുത്തുകയാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഗോളടിക്കൂ ഇന്ത്യ. അണ്ടർ-17 ലോകകപ്പിന്റെ പ്രചരണാർത്ഥമുള്ള ദീപശിഖ റാലിയും പന്ത് പ്രയാണവും തൃശൂരിലെത്തി. ദീപശിഖ പന്ത് പ്രയാണയാത്രയ്ക്ക് ജില്ലയിൽ ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത്. ജില്ലാതിർത്തിയായ പെരുമ്പിലാവിനു പുറമെ കുന്നംകുളം, ചൂണ്ടൽ, കേച്ചേരി, കൈപ്പറമ്പ്, പൂങ്കുന്നം എന്നിവിടങ്ങളിൽ സ്വീകരണം ഒരുക്കിയിരുന്നു. MG റോഡ്, CMS, പാറമേക്കാവ് വഴി VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 3-ാം ദിവസത്തെ പ്രയാണയാത്ര സമാപിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസ താരമായ ബാലചന്ദ്രനാണ് ദീപശിഖ ഏന്തിയത്. കേരള സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ OK വിനീഷ്, MK രഞ്ജിത്ത്, ഡോക്ടർ മനോജ് എന്നിവരും ദീപശിഖ പ്രയാണത്തെ കായിക പ്രേമികൾക്കൊപ്പം അനുഗമിച്ചു. അഡ്വക്കേറ്റ് K രാജൻ MLAയും ദീപശിഖ റാലിയിൽ പങ്കാളിയായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വിൻസെന്റ് കാട്ടൂക്കാരൻ, സെക്രട്ടറി A ജനാർദ്ദനൻ, സ്പോർട്സ് കൗൺസിൽ അംഗങ്ങൾ, കായിക പ്രേമികൾ തുടങ്ങിയവർ വരവേൽക്കാൻ എത്തിയിരുന്നു. പടക്കം പൊട്ടിച്ചും തീം സോങ്ങിനോടൊപ്പം നൃത്തം ചവിട്ടിയുമാണ് കായിക പ്രേമികൾ ആവേശം പങ്കിട്ടത്. 3-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ദീപശിഖ പന്ത് പ്രയാണയാത്ര വെള്ളിയാഴ്ച രാവിലെ തൃശൂരിൽ നിന്ന് പുറപ്പെട്ട് കൊച്ചിയിൽ സമാപിക്കും. TCV ന്യൂസ്, തൃശൂർ. കേരളത്തിൽ വിരുന്നെത്തിയ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പ് ആവേശം തീർത്ത് നടി മഞ്ജു വാര്യരുടെ ഇരട്ട ഗോൾ. ഉദാഹരണം സുജാതയുടെ പരസ്യപ്രചാരണത്തിനായി തൃശൂരിലെത്തിയപ്പോഴാണ് താരത്തിന്റെ വേറിട്ട പ്രകടനം നടന്നത്. കാൽപന്ത് കളിയുടെ കളിത്തൊട്ടിലിൽ വിരുന്നെത്തിയ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശാരവം തീർത്താണ് മലയാളത്തിന്റെ പ്രിയ നായിക മഞ്ജു വാര്യർ എണ്ണം പറഞ്ഞ 2 ഗോളുകൾ വലയിലെത്തിച്ചത്. തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ഉദാഹരണം സുജാതയുടെ പ്രൊമോഷനായി തൃശൂർ കാൽഡിയൻ സിറിയൻ സ്കൂളിൽ എത്തിയപ്പോഴാണ് അണ്ടർ-17 ലോകകപ്പുമായി ബന്ധപ്പെട്ട് സ്കൂൾ സംഘടിപ്പിച്ച ഷൂട്ടൌട്ടിൽ നിറഞ്ഞ കരഘോഷത്തിന്റെ അകമ്പടിയിൽ മഞ്ജു ഗോൾ വല കുലുക്കിയത്. ഫുട്ബോൾ മൈതാനത്തെ ഗ്യാലറി കണക്കെ ആർത്തിരമ്പിയ സ്കൂൾ വിദ്യാർത്ഥികളെ ആവേശത്തിലാക്കി ആദ്യ ഗോൾ തന്നെ വലയിലെത്തിച്ച മഞ്ജു കുട്ടി ആരാധകരുടെ ആവശ്യപ്രകാരം 1 ഗോൾ കൂടി പെനാൽറ്റിക്ക് സമാനമായി കൃത്യമായി വലയ്ക്കുള്ളിലാക്കി. മഞ്ജുവിന് പിന്നാലെ നടൻ ജോജു കൂടി ഗോളടിച്ചതോടെ വിദ്യാർത്ഥിക്കൂട്ടം ആവേശഭരിതരായി. ഫുട്ബോൾ ആവേശത്തിനൊപ്പം കുട്ടികൾക്ക് ഏറെ പ്രചോദനം നൽകുന്ന തന്റെ പുതിയ ചിത്രം തിയേറ്ററിൽ പോയി കാണണമെന്നും താരം അഭ്യർത്ഥിച്ചു. വിദ്യാർത്ഥി കാലയളവിൽ ഓരോ കുട്ടികളുടെയും ജീവിതത്തിൽ അമ്മയുടെ പ്രാധാന്യം എത്രമേൽ വലുതാണെന്ന് കാട്ടുന്ന ചിത്രം കണ്ടിരിക്കേണ്ടതിന്റെ ആവശ്യകതയും താരം വ്യക്തമാക്കി. നിങ്ങളുടെ അച്ഛനമ്മമാർക്കൊക്കെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് നല്ല സ്വപ്നങ്ങൾ അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ സ്കൂളിൽ അയക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സ്കൂളിൽ പഠിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവും മറ്റുള്ള അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. ചിത്രത്തിന്റെ സംവിധായകനായ ഫാൻഡം പ്രവീൺ, നിർമ്മാതാവും സംവിധായകനുമായ മാർട്ടിൻ പ്രക്കാട്, നടൻ ജോജു എന്നിവരും പ്രൊമോഷൻ ചടങ്ങിൽ പങ്കെടുത്തു.
സ്കൂൾ ക്യാമ്പസിൽ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് അവ സംസ്കരിച്ച് പേപ്പറാക്കി മാറ്റുന്ന വിദ്യാർത്ഥികളുടെ പദ്ധതിയുടെ ഉദ്ഘാടനവും മഞ്ജു വാര്യർ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ അബി പോൾ, സ്കൂൾ പ്രധാനാധ്യാപിക റെമി ചുങ്കത്ത്, PTA പ്രസിഡന്റ് ഡേവിഡ് കൊള്ളന്നൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. TCV തൃശൂർ. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ അക്ഷര വിദ്യാലയത്തിൽ പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോന് ആദരം. നെല്ലൂരിൽ സ്വാമി വിവേകാനന്ദൻ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ വ്യവസായിയും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ CK മേനോൻ മുഖ്യാതിഥിയായി. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, തെലങ്കാന ഗവർണർ നരസിംഹൻ എന്നിവർ ഉൾപ്പെട്ട ചടങ്ങിന് ശേഷം ഇരുവരുമായും CK മേനോൻ കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തി. പത്നി ജയശ്രീ മേനോനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 10,000-കണക്കിന് വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതിയിലും ഇരുവരും പങ്കാളികളായി. വെങ്കയ്യ നായിഡുവിന്റെ മകളും പൊതുപ്രവർത്തകയുമായ ദീപ വെങ്കട്ടിന്റെ അക്ഷര വിദ്യാലയത്തിൽ പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോനും പത്നിയെയും സ്വീകരിച്ചു. വരവൂർ തളിയിൽ 12-കാരന് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു. ഡിഫ്തീരിയ രോഗലക്ഷണം കണ്ടെത്തിയ കുട്ടിയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ആശുപത്രികളിൽ ചികിത്സിച്ചെങ്കിലും രോഗബാധ കണ്ടെത്താൻ ആകാതെ അത്യാസന്ന നിലയിൽ തൊണ്ടയിലെ സ്രവം പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത്. കുട്ടി അപകടനില തരണം ചെയ്തതായി ജില്ലാ RCH ഓഫീസർ ഡോക്ടർ K ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. മാതാപിതാക്കളുടെ വിമുഖത മൂലം കുട്ടിക്ക് യാതൊരു പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തിരുന്നില്ലെന്ന് കണ്ടെത്തി. കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ ഫലപ്രദമായി തടയാവുന്ന രോഗമാണ് ഡിഫ്തീരിയ. പ്രതിരോധ കുത്തിവയ്പ്പ് പൂർത്തിയാക്കാത്ത എല്ലാ കുട്ടികൾക്കും അവ നൽകാൻ മാതാപിതാക്കൾ മുന്നോട്ട് വരണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലാ ജഡ്ജി ആനി ജോണിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ സുപ്രീം കോടതി കൊളീജിയം തീരുമാനിച്ചു. അംഗീകാരത്തിനായി ആനി ജോൺ ഉൾപ്പെടെയുള്ളവരുടെ പട്ടിക കേന്ദ്ര സർക്കാരിന് അയക്കും. ഹൈക്കോടതി രജിസ്ട്രാർ അശോക് മേനോൻ, വിജിലൻസ് രജിസ്ട്രാർ നാരായണ പിഷാരൂഡി എന്നിവരാണ് പട്ടികയിലുള്ള മറ്റുള്ളവർ. തൃശൂർ KSRTC ഡിപ്പോയിൽ ഡ്രൈവർ കം കണ്ടക്ടർ പദ്ധതിക്ക് തുടക്കമായി. 3 സർവീസുകളാണ് പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചത്. തൃശൂർ സേലം ബംഗളൂരു വഴി 2 സർവീസും തൃശൂർ മൈസൂർ റൂട്ടിൽ 1 സർവീസുമാണ് ആരംഭിച്ചത്. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ വാസുദേവൻ കണ്ടക്ടർക്ക് ടിക്കറ്റ് റാക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ ചൊല്ലി സംഘർഷം. നഗരസഭാ ചെയർമാനെയും സെക്രട്ടറിയെയും ഒരു സംഘം ആളുകൾ തടഞ്ഞു. ചന്തപ്പുരയിൽ നഗരസഭാ സെക്രട്ടറിയുടെ ഔദ്യോഗിക വസതിയോട് ചേർന്നുള്ള ഭൂമിയിൽ കയ്യേറ്റമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് മതിൽ പൊളിക്കാനെത്തിയ നഗരസഭാ ജീവനക്കാരെ ആശുപത്രി അധികൃതരുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു. മതിൽ പൊളിക്കാനെത്തിയ തൊഴിലാളികളെ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും സംഘവും തടഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ നഗരസഭാ സെക്രട്ടറിയെയും പിറകെ എത്തിയ ചെയർമാൻ CC വിപിൻ ചന്ദ്രനെയും സംഘം തടയാൻ ശ്രമിച്ചതോടെ സംഘർഷം ഉടലെടുത്തു. കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തടയാൻ ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നുവെന്ന സൂചനയെ തുടർന്നാണ് പൊളിച്ചു നീക്കൽ ആരംഭിച്ചത്. നഗരസഭാ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള ശ്രമം ഗുണ്ടകളെ ഉപയോഗിച്ച് തടയാൻ ആശുപത്രി ഉടമ ശ്രമിച്ചതായി നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ ആരോപിച്ചു. തൃശൂർ ചെമ്പൂക്കാവിലെ എഴുത്തച്ഛൻ സമാജം ഓഫീസ് കോടതി വിധിയെ തുടർന്ന് ഭരണസമിതിക്ക് കൈമാറി. MA കൃഷ്ണനുണ്ണി പ്രസിഡന്റും PS ജയഗോപാൽ ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റിക്ക് പോലീസ് സാന്നിധ്യത്തിൽ ആമീനാണ് ഓഫീസ് കെട്ടിടം കൈമാറിയത്. കൃഷ്ണനുണ്ണി പ്രസിഡന്റായ ഭരണസമിതിക്ക് കെട്ടിടം കൈമാറി തൃശൂർ മുനിസിപ്പൽ കോടതിയാണ് ഉത്തരവിട്ടത്. പറപ്പൂർ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് തലയിടിച്ചു വീണ യുവതിക്ക് പരിക്കേറ്റു. പരിക്ക് പറ്റിയ അന്നകര സ്വദേശി മാങ്ങംപറമ്പിൽ സുരാഗ് ഭാര്യ ലിൽബിയെ പറപ്പൂർ ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭജനോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 15ാമത് ഭജനോത്സവത്തിന് പൂങ്കുന്നം പുഷ്പഗിരിയിൽ തുടക്കമായി. ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഭജനോത്സവം ചലച്ചിത്ര പിന്നണി ഗായകൻ P ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭജനോത്സവ കമ്മിറ്റി കൺവീനർ CS അജയ്കുമാർ, പ്രസിഡന്റ് വെങ്കട്ടരാമയ്യർ, സെക്രട്ടറി VG കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഭാവഗായകനെ ഭജനോത്സവ കമ്മിറ്റിക്ക് വേണ്ടി കാൺപൂർ മഹാദേവ ഭാഗവതർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ചെന്നൈ പെരുന്തേവിയുടെ പ്രവചനവും ആയക്കുടി കുമാർ അവതരിപ്പിച്ച നാമസങ്കീർത്തനവും അരങ്ങേറി. ഭജനോത്സവത്തിന്റെ 2ാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ ഡോക്ടർ ഗണേഷിന്റെ അഷ്ടപതിയും വൈകിട്ട് കാർത്തിക് ജ്ഞാനേശ്വർ അവതരിപ്പിക്കുന്ന നാമസങ്കീർത്തനവും തുടർന്ന് രാജസിംഹൻ ഭാഗവതരുടെ ദിവ്യനാമവും നടക്കും. ഭജനോത്സവം ഞായറാഴ്ച സമാപിക്കും. മണ്ണുത്തിയിൽ പട്ടാളക്കാരനെ ആക്രമിച്ച് പണം കവർന്ന സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കുട്ടനെല്ലൂർ തോട്ടപ്പടി സ്വദേശി കല്ലറയ്ക്കൽ ശരത്ചന്ദ്ര പ്രസാദിനെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 1ാം പ്രതി ഇളംതുരുത്തി സ്വദേശി അമിത് ശങ്കറിനെ കഴിഞ്ഞ ഞായറാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോട്ടയം സ്വദേശിയായ പട്ടാളക്കാരനും കുടുംബ സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി ഗുണ്ടാപിരിവ് ചോദിച്ച് ആക്രമിച്ചാണ് 2-അംഗ സംഘം പണം കവർന്നത്. സ്കൂൾ കലോത്സവ മാനുവൽ പരിഷ്കരിച്ച് സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാന തലത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ ഒഴിവാക്കി ABC ഗ്രേഡുകൾ നിലനിൽക്കും.
ഏതാനും ഇനങ്ങൾ ആൺ പെൺ വേർതിരിവില്ലാതെ പൊതുമത്സരമാക്കി മാറ്റി. വ്യക്തിഗത ഇനത്തിലും എ ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ആ അധ്യയന വർഷം മാത്രം ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പ് നൽകും. ചില ഭേദഗതികൾ വരുത്തിയും ചില ഇനങ്ങൾ കൂട്ടിച്ചേർത്തുമാണ് പുതിയ മാനുവൽ ഇറക്കിയത്. ഗ്രീൻ പ്രോട്ടോകോൾ എന്ന കമ്മിറ്റിയെ കൂടി ഉൾപ്പെടുത്താനും തീരുമാനമായി. ഇനി മുതൽ ഘോഷയാത്ര ഉണ്ടാകില്ല. നാടോടി നൃത്തത്തിന് ആഡംബരം അമിതമായാൽ മാർക്ക് കുറയും. കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ICAR ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ നരേന്ദ്ര സിംഗ് റാത്തോർ, CN ജയദേവൻ MP, കെ രാജൻ MLA, വൈസ് ചാൻസലർ ഡോക്ടർ P രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ആശുപത്രിയിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ഡാൻസ് ക്ലബ്ബായ ക്രോണോസിന്റെ ആഭിമുഖ്യത്തിലാണ് ഫ്ലാഷ് മോബിന്റെ കൊറിയോഗ്രാഫി നിർവഹിച്ചത്. ജിമിക്കി കമ്മൽ തുടങ്ങിയ ഗാനങ്ങൾക്കൊപ്പം സീനിയർ സ്റ്റാഫും വിദ്യാർത്ഥികളും സിസ്റ്റർമാരുമെല്ലാം ചുവടുവെച്ചു. 40ഓളം പേർ ഫ്ലാഷ് മോബിൽ പങ്കെടുത്തു. തുടർന്ന് കാണികളിൽ നിന്ന് തെരഞ്ഞെടുത്ത മുതിർന്ന പൗരനെ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷീജോ മാപ്രാണത്തുകാരൻ ആദരിച്ചു. മറ്റ് കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ രാജീവന്റെ വീട്ടിൽ അഡ്വക്കേറ്റ് CP ഉദയഭാനു എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് തിങ്കളാഴ്ച. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുചേർന്ന് ജനങ്ങളെ പോക്കറ്റടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനായി മാറിയെന്നും ചെന്നിത്തല. BJPയുടേത് ജനരക്ഷായാത്രയല്ലെന്നും RSS രക്ഷായാത്രയാണെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ അവസ്ഥയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നതെന്നും കാരാട്ട്. പ്രേക്ഷകരിൽ നിന്ന് കൊള്ളലാഭം ഈടാക്കാനുള്ള ശ്രമം നടത്തുന്ന സ്റ്റാർ ഗ്രൂപ്പ് ചാനലിനെതിരെ പ്രതിഷേധം ശക്തം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്റ്റാർ ഗ്രൂപ്പിനെതിരെ നിസ്സഹകരണ സമരം നടത്തും. വിദ്യാർത്ഥിനികളെ ബസ്സിൽ കയറ്റുന്നത് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കുന്നംകുളത്ത് സ്വകാര്യ ബസ് ജീവനക്കാരും മുനിസിപ്പൽ കൗൺസിലർമാരും ഏറ്റുമുട്ടി. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. മാള കൊമ്പത്തുകടവിൽ ചെമ്മീൻകെട്ടിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കൊമ്പത്തുകടവ് സ്വദേശി രാജിയാണ് മരിച്ചത്. കാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ശ്രീനാരായണപുരത്ത് യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 9 പേർ കസ്റ്റഡിയിൽ. 6 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, ജോയ ലൂക്കാസ്,